കഴുത്തി പിടിച്ചിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്നും ചെയ്യേണ്ടത് കാല് ഇവിടെ വെച്ചിരിക്കുന്നു, ഇദ്ദേഹത്തിനെ കൊടുത്തിട്ട് ഇദ്ദേഹം രസകരമായിട്ട് കളരി ദേശീയ ഗെയിംസിന്റെ ഭാഗമാക്കണം, അതും മത്സര ഇനത്തിൽ തന്നെ പെടുത്തണം എന്നുള്ളതാണ് നിരന്തരമായ ആവശ്യം. കോടതിയും ഇക്കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി കളരി പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് എങ്ങനെയാണ് ആകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മളിവിടെ ഡെമോൺസ്ട്രേഷൻ തന്നെ ചെയ്യാൻ പോവുകയാണ്. കളരി ഗുരുക്കളായ ഡോക്ടർ പി സുമേഷാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്കൊരു പെട്ടെന്നൊരു ആക്രമണം വരികയാണെങ്കിൽ. കാര്യം ഡൽഹിയിൽ ഒരു കള്ളന്മാരുടെ കുത്തുവരെ ഏറ്റൊരാളാണ് ഞാൻ. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് ഒരു പെട്ടെന്നൊരു ആക്രമണം വന്നാൽ അതിനെ തടയാം എന്നുള്ളൊരു കാര്യമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അതിലിപ്പോ നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കളരിയിൽ ആദ്യം കുട്ടികൾ പഠിപ്പിക്കുന്ന ഭാഗമാണ് കാല് വിട്ട് കൈകുത്തി തൊഴുതുന്നു എന്ന് പറയും. തൊഴുത ഇത്രയേ ഉള്ളൂ. അത് തന്നെ ഒരു പ്രയോഗമാണ് കളരി. അപ്പോ ഉദാഹരണങ്ങൾ പിടിച്ചോ, അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? അതെ, പിടിച്ചോളൂ, ഇത് പിടിച്ചു, പിടിച്ചു. കണ്ടില്ലേ, കൈകൂപ്പി. ഇതാണ് കൈകൂപ്പൽ എന്ന് പറഞ്ഞാൽ. അതാണ് കൈകൂപ്പി. കൈകൂപ്പി തൊഴുത്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ തൊഴുത്. ഈ പുറകിൽ നിന്നാണ് പെട്ടെന്നൊരു അറ്റാക്ക് വരുന്നത്. കഴുത്തി പിടിച്ചിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്നും ചെയ്യേണ്ടത് കാല് ഇവിടെ വെച്ചിരിക്കുന്നു, ഇദ്ദേഹത്തിനെ കൊടുത്തിട്ട് ഇദ്ദേഹം രസകരമായിട്ട് അതെയോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നമ്മൾ പിടിക്കുന്നത് പുറകിൽ നിന്നുള്ള അറ്റാക്ക് ചെയ്യാം. പെട്ടെന്ന് ഓടി വന്ന് അടിക്കാന്ന് വിചാരിക്കാം. മതിയോ? അങ്ങനെയല്ലോ ഒരു പിടിയാണെന്ന് വിചാരിക്കാം. ഇനി ഞാൻ പറയാതിരിക്കാം. അപ്പോ കളരി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശീലിച്ചിരുന്നാൽ എങ്ങനെയാണ് ഒരു പ്രതിരോധം ഒരുക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളോട് ഇപ്പോൾ സുമേഷ് ആശാൻ പറഞ്ഞിരിക്കുന്നത്. നന്ദി ആശാനെ. ഓക്കെ, ക്യാമറാമാൻ അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.